അവൻ ക്രിസ്ത്യാനികളുടെ മാത്രം രാജാവല്ല, അവൻ ലോകം മുഴുവൻ്റെയും രാജാവാണ്. സ്നേഹത്തിലാണ് അവൻ്റെ രാജത്വം നിൽക്കുന്നത്, അല്ലാതെ അധികാരമല്ല. കുരിശാണ് അവൻ്റെ സിംഹാസനം, മുള്ളാണ് അവൻ്റെ കിരീടം, ഉദ്ധാനമാണ് അവൻ്റെ വിജയം, ആൻഡ് ഫൈനലി രക്ഷയാണ് അവൻ്റെ രാജ്യം. ഇന്ന് മിശിഹായുടെ രാജത്വ തിരുനാളാണ്. ഒരു മതേതരത്വത്തിൻ്റെ ഒരു കാറ്റ് വീശുന്നു. ഫാസിസം, കമ്മ്യൂണിസം, ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ പരിശുദ്ധ മാർപ്പാപ്പ പ്രഖ്യാപിക്കുകയാണ്, ഹീ ഈസ് ദ കിങ്, ക്രൈസ്റ്റ് ഈസ് ദ കിങ്. ഒരു രാജാവും അവൻ്റെ രാജ്യവുമാണ് ക്രിസ്ത്യാനിറ്റി. പഴയ നിയമം നിഴലാണ്, യാഥാർത്ഥ്യം പുതിയ നിയമം. മിശിഹായാണ് പുതിയ മോശ, കുരിശാണ് പുതിയ സീനായി, രക്തമാണ് പുതിയ ഉടമ്പടി. അനുദിനം ആ പുതിയ ഉടമ്പടിയിൽ നമ്മൾ പങ്കുചേരുന്നതാണ് ഓരോ ദിവസവും അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയെന്ന് മനസ്സിലാക്കുക. ബൈബിളിലെ ഈ രാജത്വത്തിൻ്റെ ക്ലൈമാക്സ് ആണ് മിശിഹ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നവംബർ 23 ഞായർ, പള്ളിക്കുദാശ കാലത്തിൻ്റെ 4ാമത്തെ ഞായർ. ഇന്ന് മിശിഹായുടെ രാജത്വ തിരുനാളാണ്. ക്രൈസ്റ്റ് ദ കിങ്, ഫീസ്റ്റ് ഓഫ് ക്രൈസ്റ്റ് ദ കിങ്. തിരുനാളിൻ്റെ എല്ലാ ആശംസകളും പ്രാർത്ഥനകളും ഏവർക്കും സ്നേഹപൂർവ്വം നേരുകയാണ്. ഇന്ന് പരിശുദ്ധ കുർബാന മധ്യേ നമ്മൾ വായിക്കുന്ന 4 വായനകൾ. 1-ാം വായന രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 6-ാം അധ്യായം 11 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. 2-ാമത്തെ വായന എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. ലേഖനം ഹെബ്രായ ലേഖനം 9-ാം അധ്യായം 16 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. സുവിശേഷം വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 22-ാം അധ്യായം 41 മുതൽ 46 വരെയുള്ള വാക്യങ്ങൾ. പള്ളിക്കൂദാശക്കാലം അവസാനിക്കുകയാണ്. 4ാമത്തെ ആഴ്ചയാണ്. ഒപ്പം മിശിഹായുടെ രാജത്വ തിരുനാളും നമ്മൾ ആഘോഷിക്കുന്നു. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലുള്ള വായനകളാണ് ഈ 4 വായനകൾ. ഇന്ന് ഈ 4 വായനകളിലൂടെ നമ്മൾ യാത്ര ചെയ്ത് ഓരോ വായനയ്ക്ക് വേണ്ടിയും സമയം കൊടുക്കുമെന്ന് ഒട്ടും മിസ്സാകില്ല. താല്പര്യത്തോടെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ഒരല്പം സമയം എടുക്കും. ഇന്നത്തെ ബ്ലസ് 364 ഈ സൺഡേ ഹോമിലി, പ്രത്യേകിച്ച് മിശിഹായുടെ രാജത്വ തിരുനാളിൻ്റെ കോണ്ടെക്സ്റ്റിൽ ചെയ്യുന്ന ഈ ഹോമിലി, ഇത് സമയം എടുക്കുന്നതാണ്. പക്ഷേ ഇറ്റ്സ് ഗോയിങ് ടു ബി എ വണ്ടർഫുൾ സ്റ്റഡി ഓഫ് ദ സ്ക്രിപ്ചർ. തിരുവചനം വെച്ച് നമുക്ക് നന്നായിട്ട്, പ്രത്യേകിച്ച് ഈ ക്രൈസ്റ്റ് ദ കിങ്, മിശിഹ എങ്ങനെ രാജാവാകുന്നു, അത് നന്നായിട്ട് മനസ്സിലായി പോകാൻ പറ്റും. ആ ക്ഷമയോടും താല്പര്യത്തോടും വേണം ഇത് കേൾക്കാൻ, ഇത് മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കാൻ എന്ന് ഓർമ്മിപ്പിക്കട്ടെ. ഈ ഫീസ്റ്റ്, ദ ഫീസ്റ്റ് ഓഫ് ക്രൈസ്റ്റ് ദ കിങ്, മിശിഹ രാജാവാകുന്നു, ഈ തിരുനാൾ, ഇത് ആക്ച്വലി ഇതിൻ്റെ 100ാമത്തെ വർഷമാണ്. 1925 1925 11-ാം പിയൂസ് മാർപ്പാപ്പയാണ് മിശിഹായെ രാജാവായി ഏറ്റുപറഞ്ഞ് ഒരു തിരുനാൾ ആഘോഷിക്കാൻ തുടക്കമിട്ടത്. അന്നിത് പ്രഖ്യാപിക്കുമ്പോൾ നമുക്കറിയാം 1925 എന്ന് പറയുന്നത് ഒരു അരക്ഷിതാവസ്ഥയുടെ സമയമാണ്. 1-ാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള അതിൻ്റെ പശ്ചാത്തലത്തിൽ, അതിൻ്റെയൊക്കെ സാഹചര്യത്തിൽ വലിയൊരു സെക്കുലറിസം, ഒരു മതേതരത്വത്തിൻ്റെ ഒരു കാറ്റ് വീശുന്നു. ഫാസിസം, കമ്മ്യൂണിസം, ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ പരിശുദ്ധ മാർപ്പാപ്പ പ്രഖ്യാപിക്കുകയാണ്, ഹീ ഈസ് ദ കിങ്, ക്രൈസ്റ്റ് ഈസ് ദ കിങ്. അതിന് അദ്ദേഹം പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്, ക്രൈസ്റ്റ് മസ്റ്റ് റെയിൻ ഇൻ മൈൻഡ്, വിൽ, ഹാർട്ട് ആൻഡ് ബോഡി. മിശിഹ നമ്മുടെ മനസ്സിലും നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ ശരീരത്തിലും രാജാവായി വാഴണമെന്ന്. 1925 സമാനമായ ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ എ കൈൻഡ് ഓഫ് ഐഡൻറ്റിറ്റി ക്രൈസിസ്. ആരാണ്, എന്താണ് ലൈഫിൻ്റെ മീനിങ്, വാട്ട് ഈസ് മീനിങ് ഓഫ് ഓൾ ദിസ് തിങ്സ്, ജീവിതത്തിൻ്റെ അർത്ഥത്തെക്കുറിച്ച് സംശയമുണ്ടാകുന്നൊരു സമയത്ത് ശരിക്കും നമുക്കിനി വീണ്ടും ഏറ്റു പറയാൻ പറ്റണം, ഹീ ഈസ് ദ കിങ്, ക്രൈസ്റ്റ് മെസയ ഈസ് ദ കിങ് എന്ന് ഏറ്റുപറയാൻ. കാരണം ക്രിസ്ത്യാനിറ്റി ഒരു കേവല ആത്മീയത മാത്രമല്ല. ക്രിസ്ത്യാനിറ്റി ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് സ്പിരിച്വാലിറ്റി, ബട്ട് ഇറ്റ് ഈസ് അബൌട്ട് എ കിങ് ആൻഡ് ഹിസ് കിങ്ഡം. ഒരു രാജാവും അവൻ്റെ രാജ്യവുമാണ് ക്രിസ്ത്യാനിറ്റി. അതുകൊണ്ട് മിശിഹായെ രാജാവായി ഏറ്റുപറയാൻ നമുക്ക് കഴിയണം. നമ്മുടെ ജീവിതത്തിൻ്റെ, നമ്മുടെ ചുറ്റുപാടുകളുടെ, നമ്മുടെ കുടുംബത്തിൻ്റെ
ഈ ലോകത്തിൻ്റെ രാജാവായി മിശിഹായെ ഏറ്റുപറയണം. നമുക്കിനി ഈ 4 വായനകളിലൂടെ യാത്ര ചെയ്യാം. ഒന്നാമത്തെ വായനയിൽ നമ്മൾ കാണുന്നത് സോളമൻ രാജാവ് പണി കഴിപ്പിക്കുന്ന ദേവാലയത്തെക്കുറിച്ചാണ്. ബൈബിളുള്ളവരൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു. ഇന്ന് നമുക്കിങ്ങനെ, ഞാൻ പറഞ്ഞില്ലേ, സുന്ദരവും ലളിതവും എന്നാൽ ആഴമുള്ളതുമായ ഒരു പഠനയാത്ര നടത്താം. 1 രാജാക്കന്മാർ 6-ാം അധ്യായം 11 മുതൽ 19 വരെയുള്ള വാക്യങ്ങളാണ്. 1 രാജാക്കന്മാർ 6-ാം അധ്യായം 11 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. സോളമൻ രാജാവ് പണി കഴിപ്പിക്കുന്ന ദേവാലയത്തെക്കുറിച്ചുള്ള വിശദീകരണങ്ങളാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ച് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാം. നമുക്കിനിയുള്ള നമ്മുടെ ധ്യാനത്തിലും ഇത് ആവശ്യം വരും. എന്താണെന്ന് വെച്ചാൽ, ദേവാലയവും രാജത്വവും ഇൻസെപ്പറബിൾ ആണ്. ദ ടെമ്പിൾ ഓഫ് ഗാഡ് ആൻഡ് ദ കിങ്ഷിപ്പ് ഈസ് ഇൻസെപ്പറബിൾ. അഭേദ്യമാംവിധം ബന്ധപ്പെട്ട് കിടക്കുന്ന 2 കാര്യങ്ങളാണ് ഈ ദേവാലയവും രാജത്വവും. രാജത്വത്തിന് തന്നെ ലെജിറ്റമസി, ഒരു അർത്ഥം ലഭിക്കുന്നത് ദേവാലയത്തോട് ചേർന്ന് നിൽക്കുമ്പോഴാണ്. ദേവാലയത്തിലെ ദൈവസാന്നിധ്യമാണ് രാജത്വത്തിന് തന്നെ മീനിങ് നൽകുന്നത്. അതുകൊണ്ടാണ് 1 രാജാക്കന്മാർ 6, 12, 13 വാക്യങ്ങളിൽ, നീ എന്നെ അനുസരിച്ച് നിൽക്കുന്നിടത്തോളം എൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടാകും. അപ്പോൾ രാജത്വം, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു രാജത്വം ഉള്ളിടത്തോളം ദേവാലയം ഇങ്ങനെ ചേർന്ന് നിൽക്കും. ഇതിങ്ങനെ ചേർന്ന് നിൽക്കുന്ന, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ടെമ്പററി ആയി പോകുന്നുണ്ട്. ഈ സോളമൻ പണി കഴിപ്പിച്ച ദേവാലയത്തിലെ ദൈവ സാന്നിധ്യം, ആ ദേവാലയം തന്നെ താൽക്കാലികമായിട്ട് മാറുന്നു. നമ്മൾ 2 രാജാക്കന്മാർ, ഇത് 1 രാജാക്കന്മാർ 6-ാം അധ്യായമാണ്. 2 രാജാക്കന്മാർ 25-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ഈ ജെറുസലേമിൻ്റെ പതനമാണ്. ജെറുസലേമിൻ്റെ നാശം. ബാബിലോൺ സാമ്രാജ്യം വന്ന് ജെറുസലേം ദേവാലയത്തെ തകർത്ത് കളയുന്ന കാഴ്ച. അപ്പോൾ എന്താ പറ്റുന്നത്? ഈ പാപം മൂലം ജെറുസലേം തകരുന്നു, ഈ ദേവാലയം തകരുന്നു. അപ്പോൾ ഇസ്രായേലിൻ്റെ രാജാക്കന്മാരുടെ വീഴ്ച അത് സൂചിപ്പിക്കുന്നത് അറിയാമോ? ഇസ്രായേലിൻ്റെ രാജാക്കന്മാർ പാപം ചെയ്തപ്പോൾ, ഇസ്രായേൽ പാപം ചെയ്തപ്പോൾ ദേവാലയം തകർന്നു, ദൈവ സാന്നിധ്യം ഇവർക്ക് നഷ്ടമായി. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇസ്രായേലിൻ്റെ രാജാക്കന്മാരുടെ വീഴ്ച സൂചിപ്പിക്കുന്നത് ഒരു മനുഷ്യനായ ഒരു രാജാവിന് ദൈവ സാന്നിധ്യത്തെ എന്നേക്കുമായി മനുഷ്യരുടെ ഇടയിൽ പണിയാൻ സാധിക്കില്ല. അങ്ങനെ മനസ്സിലാക്കിക്കേ, മനുഷ്യനായ ഒരു രാജാവിന് ദൈവ സാന്നിധ്യത്തിൻ്റെ കൂടാരത്തെ എല്ലാ കാലത്തേക്കും എന്നേക്കുമായി മനുഷ്യരുടെ ഇടയിൽ നിർമ്മിക്കാൻ കഴിവില്ല. സോളമൻ്റെ ദേവാലയം നാശമാകുന്നു, അത് തകർന്നു പോകുന്നു. ഇവിടെയാണ് നമുക്കാരെ വേണ്ടത്? ഒരു ഇറ്റേണൽ കിങ്, ഒരു നിത്യനായ രാജാവിനെ വേണ്ടത്. അങ്ങനെ ഒരു നിത്യനായ രാജാവിനെക്കുറിച്ചുള്ള സൂചന 2 സാമുവേലിൻ്റെ 7, 12, 13, 14 വാക്യങ്ങളിൽ കിടപ്പുണ്ട്. 2 സാമുവേൽ 7-ാം അധ്യായം 12, 13, 14 വാക്യങ്ങൾ ഇങ്ങനെയാണത്. ദിനങ്ങൾ തികഞ്ഞ് നീ പൂർവികരോട് ചേരുമ്പോൾ നിന്റെ ഔരസ്വപുത്രനെ ഞാൻ ഉയർത്തി അവൻ്റെ രാജ്യം സുസ്ഥിരമാക്കും. അവൻ എനിക്ക് ആലയം പണിയും, അവൻ്റെ രാജസിംഹാസനം ഞാൻ എന്നേക്കും സ്ഥിരപ്പെടുത്തും. ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കും. അതായത് ഒരു രാജാവ് വരാനുണ്ട്. ദാവീദിന് കൊടുക്കുന്ന വാഗ്ദാനമാണ്. ഒരു രാജാവ് വരാനുണ്ട്, അവൻ്റെ രാജ്യം എന്നേക്കും നിലനിൽക്കും. 2, അവൻ എനിക്ക് പുത്രനും ഞാൻ അവന് പിതാവും ആയിരിക്കും. അപ്പം ഇത് വായിക്കുമ്പോൾ നമുക്ക് തോന്നും, ഇത് സോളമൻ അല്ലേ ദേവാലയം പണിതത്? അപ്പോൾ സോളമനെ കുറിച്ചല്ലേ? അല്ല. കാരണം എന്താ? സോളമൻ ദൈവത്തിൻ്റെ മകനും ദൈവം അവന് പിതാവും അല്ല. അപ്പോൾ പിന്നെ ഇത് സോളമൻ അല്ല. 2, സോളമൻ പണിത ദേവാലയവും സോളമൻ്റെ രാജ്യവും എന്നേക്കും നിലനിന്നില്ല. അപ്പോൾ ഇത് സോളമൻ അല്ല. അപ്പോൾ ഇതാരാണ്? ഇതാണ് വരാനിരിക്കുന്ന മിശിഹ. മിശിഹ എന്ന രാജാവ് വരുമ്പോൾ അവൻ്റെ രാജ്യം എന്നേക്കും നിലനിൽക്കും. അവൻ എനിക്ക് പുത്രനും ഞാൻ അവന് പിതാവുമായിരിക്കും. മാമോദീസായിൽ വെളിപ്പെട്ടില്ലേ ജോർദാനിൽ, ഇവൻ എൻ്റെ പ്രിയ പുത്രനായിരിക്കും. അപ്പോൾ അതാണ്. അപ്പോൾ അങ്ങനെ ഒരു രാജാവിന്, നിത്യനായ ഒരു രാജാവിന് മാത്രമേ ഇസ്രായേലിൻ്റെ രാജാക്കന്മാർ കഴിയാതെ പോയൊന്ന് സാധ്യമാക്കാൻ പറ്റൂ. എന്താ അത്? ദൈവത്തിൻ്റെ കൂടാരത്തെ, ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ മനുഷ്യരുടെ ഇടയിൽ പണിയാൻ സാധിക്കുന്നത് ഈ വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന നിത്യരാജാവിനാണ്. ഇറ്റേണൽ കിങ്ങിന് മാത്രമേ അത് സാധിക്കൂ. അതിൻ്റെ പേരാണ്
ഇമ്മാനുവേൽ. അവൻ്റെ പേര് ഇമ്മാനുവേൽ. എന്താ ഇമ്മാനുവേൽ? ദൈവം നമ്മോട് കൂടെ. ദൈവത്തിൻ്റെ കൂടാരത്തെ നമുക്കിടയിൽ നമുക്ക് മധ്യേ പണിത നിത്യനായ രാജാവാണ് മിശിഹാ തമ്പുരാൻ. ഇനി രണ്ടാം വായനയിലേക്ക് പോകാം. രണ്ടാം വായന എസക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 43 അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളാണ്. എസക്കിയേൽ 43 1 മുതൽ 7 വരെ. നിങ്ങളിത് വായിക്കാൻ പറ്റുന്നവരൊക്കെ വായിക്കണേ. ചിലർക്കെങ്കിലുമൊക്കെ മിസ്സായി പോയിട്ടുള്ളൊരു ഭാഗമാകാൻ സാധ്യതയുണ്ടത്. കാരണം അത് കേൾക്കുമ്പോൾ തന്നെ കൗതുകം ജനിപ്പിക്കുന്ന ഒന്നാണ്. എന്താ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം? കർത്താവിൻ്റെ മഹത്വം മടങ്ങി വരുന്നു. ദൈവത്തിൻ്റെ മഹത്വം ദേവാലയത്തിലേക്ക് തിരിച്ചു വരുന്നു. ഏതധ്യായത്തിൽ? എസക്കിയേൽ 43. അപ്പം നമ്മൾ ചോദിക്കും, അപ്പോൾ എപ്പോഴാണ് ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങിപ്പോയത്? കബോധ്, ദൈവത്തിൻ്റെ മഹത്വം ദേവാലയം വിട്ടിറങ്ങിപ്പോയത് എപ്പോഴാണ്? അത് എസക്കിയേലിൻ്റെ പുസ്തകം 10 അധ്യായത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഇസ്രായേലിൻ്റെ പാപം മൂലം ദൈവത്തിൻ്റെ മഹത്വം ദേവാലയം വിട്ട് ഇറങ്ങിപ്പോകുന്ന കാഴ്ച ഇപ്പോൾ അത് തിരിച്ചു വരികയാണ്. ദൈവത്തിൻ്റെ മഹത്വം തിരിച്ചു വരുന്നു. അപ്പോൾ ഈ തിരിച്ചു വരവ് കിഴക്കുനിന്ന് ദൈവത്തിൻ്റെ മഹത്വം ദേവാലയത്തിലേക്ക് തിരിച്ചു വരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് റിസ്റ്ററേഷൻ എന്ന് വെച്ചാൽ വിപ്രവാസത്തിന് ശേഷം ഈ ജനത്തെ പുനർനിർമ്മിക്കുകയാണ്. ദൈവ സാന്നിധ്യത്തെ ഇവർക്ക് വീണ്ടും നൽകുന്ന അനുഭവമാണ് റിസ്റ്ററേഷൻ ആഫ്റ്റർ എക്സൈൽ. രണ്ടാമത്തത് പുതിയതും ശുദ്ധീകരിക്കപ്പെട്ടതുമായ ഒരു ദേവാലയം, എ ന്യൂ പ്യൂരിഫൈഡ് ടെമ്പിൾ. മൂന്നാമത്തത് ഗോഡ്സ് ഡ്വെല്ലിംഗ് ഫോർ എവർ, എന്നേക്കുമായി. അതായത് ഈ തിരിച്ചുവരവ്, ദൈവ സാന്നിധ്യത്തിൻ്റെ ദൈവമഹത്വത്തിൻ്റെ ഈ തിരിച്ചുവരവ് എന്നേക്കുമുള്ളതാണ്. അതാണ് 7-ാമത്തെ വാക്യത്തിൽ എസക്കിയേലിൻ്റെ പുസ്തകം 43:7 അതിപ്രകാരമായിരുന്നു: മനുഷ്യപുത്ര, എൻ്റെ സിംഹാസനവും പാദപീഠവും ഇസ്രായേൽ മക്കളുടെ ഇടയിൽ ഞാൻ നിത്യമായി വസിക്കുന്ന ഇടവും ഇതാണ്. നിത്യമായ ദൈവ സാന്നിധ്യം. നമ്മൾ ഒന്നാമത്തെ വായന വായിച്ച കൂട്ടത്തിൽ വ്യാഖ്യാനിച്ചു, നിത്യനായ ഒരു രാജാവ്, നിത്യമായ ഒരു കിങ്ഡം, ഒരു രാജ്യം. ഇവിടെ നിത്യമായ ദൈവ സാന്നിധ്യം. ഇതൊക്കെ വിരൽ ചൂണ്ടുന്ന ആരിലേക്കാണ്? ഇവിടെയാണ് പഴയ നിയമം നിഴലായിട്ട് നിൽക്കുന്നു എന്ന് നമ്മളെപ്പോഴും പറയുന്നത്. പഴയ നിയമം നിഴലാണ്, യാഥാർത്ഥ്യം പുതിയ നിയമം മിശിഹാ തമ്പുരാൻ. ഇവിടെയൊക്കെ മിശിഹ കിടപ്പുണ്ടെന്ന് മനസ്സിലാക്കിക്കേ. നിത്യമായ ദൈവ സാന്നിധ്യത്തിൻ്റെ സൂചന. ഇതിനെക്കുറിച്ച് സെൻറ്റ് ഗ്രിഗറി ദ ഗ്രേറ്റ് പറഞ്ഞിരിക്കുന്നത്, ക്രൈസ്റ്റ് ഇസ് ദ ഗ്ലോറി കമ്മിങ്. അതായത് ഈ തിരിച്ചു വരുന്ന ദൈവമഹത്വമില്ലേ, ഒരിക്കലും പടിയിറങ്ങിപ്പോയിട്ട് പിന്നീട് തിരിച്ചു വരുന്ന ദൈവമഹത്വം, ഈ ദൈവമഹത്വം മിശിഹ തന്നെയാണ്. കിഴക്ക് ഉദ്ധാനത്തെ സൂചിപ്പിക്കുന്നു. കിഴക്കുനിന്ന് ദൈവമഹത്വം തിരിച്ചു വരുന്നു, ഉദ്ധാനത്തെ സൂചിപ്പിക്കുന്നു. ഈ പുതിയ ദേവാലയം, ദൈവമഹത്വം തിരിച്ചു കയറി വന്ന ആ പുതിയ ദേവാലയം, അത് തിരുസഭയാണ്. ആ തിരുസഭയുടെ മക്കളാണ്. അതാണ് പൗലോസ്ലീഹ പറയുന്നത്, നിങ്ങൾ ദൈവത്തിൻ്റെ ആലയങ്ങളാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ. അപ്പോൾ ഈ രണ്ടാമത്തെ വായനയിൽ, എസക്കിയേൽ പ്രവാചകൻ്റെ വായനയിൽ, കർത്താവിൻ്റെ കിങ്ഷിപ്പിൻ്റെ, മിശിഹായുടെ രാജത്വത്തിൻ്റെ 2-3 പ്രത്യേകതകൾ പറയാൻ പറ്റും. ഒന്ന്, അത് റെസ്റ്റോറേറ്റീവ് ആണ്, അത് നമ്മളെ നവീകരിക്കുന്നു, പുതുക്കുന്നു. രണ്ടത് പ്യൂരിഫൈയിങ് ആണ്, നമ്മളെ ശുദ്ധീകരിക്കുന്നു. മൂന്നാമത്തത് അത് പെർമനൻ്റ് ആണ്, നിത്യമായ സിംഹാസനം, നിത്യമായ ഒരു രാജ്യം അവൻ പണിയും. ഇനി മൂന്നാമത്തെ വായനയിലേക്ക് വരാം. ഹെബ്രായ ലേഖനത്തിൻ്റെ 9-ാം അധ്യായം 16 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. ഹെബ്രായ ലേഖനം 9-ാം അധ്യായം 16 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ പഴയ ഉടമ്പടിയെയും പുതിയ ഉടമ്പടിയെയും താരതമ്യം ചെയ്ത് ഹെബ്രായ ലേഖകൻ നമുക്ക് പറഞ്ഞു തരികയാണ്. പഴയ ഉടമ്പടി മോശ ചെയ്ത പഴയ ഉടമ്പടി. ഇവിടെ പുതിയ മോശയായ, യഥാർത്ഥ മോശയായ മിശിഹായെ പുതിയ ഉടമ്പടി നമുക്കായി നൽകിയ ആളായി അവതരിപ്പിക്കുന്നു. അവിടെ ഭൂമിയിൽ കൂടാരം പണിതു, ഇവിടെ സ്വർഗത്തിൻ്റെ കൂടാരത്തെ ഭൂമിയിൽ കൊണ്ടുവന്നു മിശിഹ. അവിടെ ആവർത്തിച്ചുള്ള പരിഹാര ബലികൾ, ഇവിടെ എന്നേക്കുമായ നിത്യമായ പരിഹാരത്തിൻ്റെ ബലി പുതിയ ഉടമ്പടിയിൽ മിശിഹ സാധ്യമാക്കുന്നു. എന്നിട്ട് നിങ്ങൾ ആ ഹെബ്രായ ലേഖനം വായിച്ചാൽ മനസ്സിലാക്കുന്നൊരു കാര്യമുണ്ട്. ഹിസോപ്പിൻ്റെ തണ്ടിൽ കുഞ്ഞാടിൻ്റെ രക്തം മുക്കി തളിച്ച് ഉടമ്പടിയെ സ്ഥിരീകരിക്കുന്നു. സീലിംഗ് ദ ഓൾഡ് കവനൻറ്റ്. മോശ അങ്ങനെയാണ്. ഇനി അതിനെ നമുക്ക് പുതിയ നിയമത്തിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഹിസോപ്പ് തണ്ട്, കുഞ്ഞാടിൻ്റെ രക്തം, തളിക്കപ്പെട്ടു ഉടമ്പടി.
പുതിയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. ഹിസോപ്പിൻ്റെ തണ്ടിൽ പഞ്ഞി ചുറ്റി വിനാഗിരിയിൽ മുക്കി അവൻ്റെ ചുണ്ടോട് അടുപ്പിച്ചപ്പോൾ ചുണ്ടിലെ രക്തം നിശ്ചയമായും ഹിസോപ്പിൻ്റെ തണ്ടിൽ പറ്റിയിട്ടുണ്ടാകില്ലേ. ഹിസോപ്പ് തണ്ടിൽ രക്തം തളിച്ച് പുതിയ ഉടമ്പടി സ്ഥാപിക്കപ്പെടുകയാണ്. അവിടെ പഴയ ഉടമ്പടിയിൽ ഹിസോപ്പ് തണ്ട്, കുഞ്ഞാടിൻ്റെ രക്തം. ഇവിടെ പുതിയ ഉടമ്പടി, പുതിയ കുഞ്ഞാട്, എന്നേക്കുമായി ബലിയർപ്പിക്കപ്പെടുന്ന കുഞ്ഞാട്. അതാണ് സ്നാപക യോഹന്നാൻ പരിചയപ്പെടുന്നത്. ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ആ കുഞ്ഞാടിൻ്റെ രക്തം വീണ്ടും ഹിസോപ്പിൻ്റെ തണ്ടിൽ പുതിയ ഉടമ്പടി, എന്നേക്കുമുള്ള പരിഹാരത്തിൻ്റെ ഉടമ്പടി സ്ഥാപിക്കപ്പെടുന്നു. ആ ബന്ധം സീലിയപ്പെടുന്നു. ദൈവവും മനുഷ്യനുമായുള്ള ബന്ധം സീലിയപ്പെടുന്നു. അതായത് ക്രൈസ്റ്റ് മിശിഹായാണ് പുതിയ മോശ, കുരിശാണ് പുതിയ സീനായി, രക്തമാണ് പുതിയ ഉടമ്പടി, പരിശുദ്ധ കുർബാനയാണ് ഓൺഗോയിങ് പാർട്ടിസിപ്പേഷൻ. അനുദിനം ആ പുതിയ ഉടമ്പടിയിൽ നമ്മൾ പങ്കുചേരുന്നതാണ് ഓരോ ദിവസവും അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയെന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് സുവിശേഷത്തിലേക്ക് വരാം. 4-ാമത്തെ വായന, മത്തായി സുവിശേഷം 22-ാം അധ്യായം 41 മുതൽ 46 വരെയുള്ള വാക്യങ്ങൾ. അവിടെ യഹൂദരുമായിട്ടുള്ള ഈശോയുടെ തർക്കമാണ്. അവർ കർത്താവിന് കെണിയൊരുക്കിക്കൊണ്ട് വന്നപ്പോൾ കർത്താവ് പറയുന്നു, ദാവീദിൻ്റെ മകനും ദാവീദിൻ്റെ കർത്താവുമായ മിശിഹായെക്കുറിച്ച്. നിങ്ങളതൊന്ന് ധ്യാനിച്ച് നോക്കിക്കേ. മിശിഹാ തമ്പുരാൻ ഒരേ സമയം അവൻ ദാവീദിൻ്റെ പുത്രനാണ്, ദാവീദിൻ്റെ കർത്താവുമാണ്. 110-ാം സങ്കീർത്തനം കോട്ട് ചെയ്ത് കർത്താവ് പറയുന്നു, ദാവീദ് പറഞ്ഞില്ലേ, കർത്താവ് എൻ്റെ കർത്താവിന് അരുളി ചെയ്തു, ഞാൻ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലംഭാഗെ ഇരിക്കുക. ദാവീദിന് മുമ്പേ ഞാനുണ്ട്. യഥാർത്ഥ രാജാവ് ദാവീദിന് മുമ്പേ. അവൻ ദാവീദിൻ്റെ ആ ലീനിയൻസിൽ അവൻ വന്നു പിറക്കുന്നു. ദാവീദിൻ്റെ വംശാവലിയിൽ അവൻ വന്നു പിറന്ന് അവൻ ദാവീദിൻ്റെ പുത്രനായി മാറുകയും ചെയ്യുന്നു. ഇതാണ് ബിബ്ലിക്കൽ കിങ്ഷിപ്പിൻ്റെ, ബൈബിളിലെ ഈ രാജത്വത്തിൻ്റെ ക്ലൈമാക്സ് ആണ് മിശിഹ എന്ന രീതിയിൽ നമ്മൾ അവതരിപ്പിക്കുന്നത്, കാണാൻ പറ്റുന്നത്. ഈ 4 വായനകളിലൂടെ ഒരു കണക്ഷൻ പോട്ടെ. പ്രോപ്പർ കണക്ഷൻ കിടപ്പുണ്ട്. ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന വാക്കില്ലേ, ത്രെഡ്. ഈ 4 വായനകളിൽ ഒരു പ്രോപ്പർ ത്രെഡ് കിടപ്പുണ്ട്. എന്താ അത്? 1-ാമത്തെ വായനയിൽ സോളമൻ പണിത ദേവാലയം, ടെമ്പിൾ. ആ ടെമ്പിൾ തകരുന്ന കാര്യമൊക്കെ നമ്മൾ കാണുന്നു. 2-ാമത്തതിൽ ദൈവത്തിൻ്റെ മഹത്വം. അതായത് ദേവാലയം തന്നെ തകർന്നു, പിന്നീട് ദൈവമഹത്വം പടിയിറങ്ങിപ്പോയി. നിത്യമായ ഒരു ആലയം പണിയപ്പെടുന്നു, പിന്നീട് നിത്യമായ ആലയത്തിലേക്ക് ദൈവമഹത്വം തിരിച്ചു കയറി വരുന്നു. ആ ആലയത്തിൽ രക്തം കൊണ്ട് എന്നേക്കുമുള്ള പുതിയ ഉടമ്പടിയുടെ ബലിയർപ്പണം നടക്കുന്നു. മിശിഹ രാജാവായി, എന്നേക്കുമുള്ള രാജാവായി വാഴുന്നു. 4 വായനകൾ. 1-ാമത്തത് രാജാക്കന്മാരുടേത്, 2-ാമത്തത് എസക്കിയേൽ, 3-ാമത്തത് ഹെബ്രായ ലേഖനം, 4-ാമത്തത് മത്തായി സുവിശേഷം. ഇനി ഇത്രയും നേരം എടുത്തു. നിങ്ങളുടെ ക്ഷമയെ ഞാൻ മാനിക്കുന്നു, നിങ്ങളുടെ ടോളറൻസിനെ ഞാൻ അഭിനന്ദിക്കുന്നു. ഇത്തരം നേരം കേട്ടിരുന്ന് വചനം പഠിക്കാൻ കാണിച്ച താല്പര്യത്തെ. ഇനി വേഗം ഓടിച്ച് നീട്ടി പറയുകയില്ല. കർത്താവിൻ്റെ രാജത്വത്തിൻ്റെ ഒരു 7 പ്രത്യേകതകൾ പറയാം. മിശിഹ, ക്രൈസ്റ്റ് ദ കിങ്, മിശിഹ എന്ന രാജാവിൻ്റെ കിങ്ഷിപ്പിൻ്റെ ഒരു 6-7 ഫീച്ചേഴ്സ് പറയാം. അത് പഠിച്ചു വെക്കുകയോ പറഞ്ഞു കൊടുക്കുകയോ സാധാരണ ചെയ്യുന്നത് പോലെ കമൻറ്റ് സെക്ഷനിൽ താല്പര്യമുള്ള ആരെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തിടുകയോ ചെയ്യുന്നത്. ഈ ടോക്കിൻ്റെ തന്നെ ഒരു സമ്മറിയൊക്കെ കമൻറ്റ് ചെയ്തിടാൻ പറ്റുന്നവരിടുക. അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയാൻ പോകുന്ന 7 ഫീച്ചേഴ്സ് ഓഫ് ദ കിങ്ഷിപ്പ് ഓഫ് മെസ്സയ, കിങ്ഷിപ്പ് ഓഫ് ക്രൈസ്റ്റ്, മിശിഹായുടെ രാജത്വത്തിൻ്റെ 7 ഫീച്ചേഴ്സ്. 1-ാമത്തത്, അത് യൂണിവേഴ്സലാണ്, സാർവത്രികമാണ്. അവൻ ക്രിസ്ത്യാനികളുടെ മാത്രം രാജാവല്ല, അവൻ ലോകം മുഴുവൻ്റെയും രാജാവാണ്. ദാനിയേലിൻ്റെ പുസ്തകം 7:14 റെഫറൻസായി എടുക്കുക. യൂണിവേഴ്സൽ കിങ് ആണ്. 2, ഇറ്റേണൽ കിങ് ആണ്. ലൂക്ക 1:33. എന്നേക്കുമുള്ള നിത്യനായ രാജാവാണ്. അപ്പോൾ 1-ാമത്തത് യൂണിവേഴ്സൽ, സെക്കൻഡ് വൺ ഹിസ് കിങ്ഷിപ്പ് ഈസ് ഇറ്റേണൽ, നിത്യമാണ്. 3-ാമത്തത് ബേസ്ഡ് ഓൺ ലവ് നോട്ട് ഡോമിനേഷൻ, സ്നേഹത്തിലാണ് അവൻ്റെ രാജത്വം നിൽക്കുന്നത്, അല്ലാതെ അധികാരമല്ല. സ്നേഹമാണ് അവൻ്റെ രാജത്വത്തിൻ്റെ ഭാഷ. 4-ാമത്തത് ഇറ്റ്സ് ദ കിങ്ഡം ഓഫ് ട്രൂത്ത്, സത്യത്തിൻ്റെ രാജ്യമാണത്, സത്യത്തിൻ്റെ. അതുകൊണ്ടാണ് പയസ് 11-ാമൻ മാർപ്പാപ്പ
ഈ രാജത്വ തിരുനാൾ പ്രഖ്യാപിച്ച പാപ്പ പറയുന്നു, ക്രൈസ്റ്റ് റെയിൻസ് വേർ എവർ ട്രൂത്ത് പ്രിവെയിൽസ്. എവിടെയൊക്കെ സത്യമുണ്ടോ അവിടെയൊക്കെ മിശിഹ രാജാവായി വാഴുന്നു. അതുകൊണ്ട് ഇറ്റ്സ് എ കിങ്ഡം ഓഫ് ട്രൂത്ത്, സത്യത്തിൻ്റെ രാജ്യമാണത്. നാലാമത്തത് കിങ്ഡം ഓഫ് പീസ് ആൻഡ് ജസ്റ്റിസ്, സമാധാനവും നീതിയും വിളയാടുന്ന, സമാധാനവും നീതിയും ഭരിക്കുന്ന രാജ്യമാണ് മിശിഹായുടേത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 6-ാം വാക്യം. ആറാമത്തത് കിങ്ഡം ഓഫ് സർവീസ്, ശുശ്രൂഷയുടെ രാജ്യമാണത്. ശുശ്രൂഷയുടെ, ആത്മദാനത്തിൻ്റെ, സെൽഫ് എംറ്റിയിങ്ങിൻ്റെ, ശൂന്യവൽക്കരണത്തിൻ്റെ രാജ്യമാണ്. അതുകൊണ്ടാണ് അവൻ പാദം കഴുകുന്ന, കാല് കഴുകുന്ന രാജാവായിട്ട് മാറുന്നത്. അപ്പോൾ എ കിങ്ഡം ഓഫ് സർവീസ്. ഫൈനലി യൂഖറിസ്റ്റിക് കിങ്ഡം, പരിശുദ്ധ കുർബാനയുടെ രാജ്യമാണത്. പരിശുദ്ധ കുർബാന അർപ്പിക്കുന്ന ബലിപീഠം സിംഹാസനമാകുന്നു. അതാണ് അവൻ്റെ ത്രോണോസ്. പരിശുദ്ധ ബലിപീഠമാണ് രാജാ ത്രോണോസ്. ആ കിങ്ഡത്തിൽ നിന്നാണ് ശക്തി ഒഴുകുന്നത്, കൃപ ഒഴുകുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ 6-7 പ്രത്യേകതകൾ, മിശിഹ എന്ന രാജാവിൻ്റെ പ്രത്യേകതകൾ. സെയിൻറ്റ് അഗസ്റ്റിൻ, സഭാപിതാവായ സെയിൻറ്റ് അഗസ്റ്റിൻ മിശിഹായെ രാജാവായി അവതരിപ്പിച്ച് പറയുന്ന 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, കുരിശാണ് അവൻ്റെ സിംഹാസനം. മിശിഹ എന്ന രാജാവിൻ്റെ സിംഹാസനം കുരിശാണ്. മുള്ളാണ് അവൻ്റെ കിരീടം, മുൾക്കിരീടം, മുള്ളുകളാണ് അവൻ്റെ കിരീടം. ഉദ്ധാനമാണ് അവൻ്റെ വിജയം. ഹിസ് വിക്ടറി ഈസ് റിസറക്ഷൻ. ആൻഡ് ഫൈനലി രക്ഷയാണ് അവൻ്റെ രാജ്യം, രക്ഷയാണ്, സാൽവേഷൻ ഈസ് ഹിസ് കിങ്ഡം. അപ്പോൾ ക്രോസ് ഈസ് ഹിസ് ത്രോൺ, തോൺസ് ഈസ് ഹിസ് ക്രൗൺ, റിസറക്ഷൻ ഈസ് ഹിസ് വിക്ടറി, സാൽവേഷൻ ഈസ് ഹിസ് കിങ്ഡം. ഇനി ഇത്രയോർത്തെ ഇന്നത്തെ മുഴുവൻ ധ്യാനത്തെയും ഓർത്ത് കർത്താവിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ ചിന്തിക്കണം. മിശിഹ എന്ന രാജാവ് അവൻ എളിമയിൽ വന്നു, അവൻ കൃപയിൽ ഭരിക്കുന്നു. ഇനി ഒടുക്കം അവൻ മഹത്വത്തിൽ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകും. അവൻ എളിമയിൽ വന്നു, അവൻ കൃപയിൽ ഭരിക്കുന്നു, ഒടുക്കം നമ്മളെ മഹത്വത്തിൽ കൂട്ടിക്കൊണ്ടുപോകും. അവൻ്റെ ഗ്ലോറിയുടെ, മഹത്വത്തിൻ്റെ ഭാഗമാക്കും. അതുതന്നെയല്ലേ പള്ളിക്കൂദാശക്കാലം, തിരുസഭയെ മഹത്വീകൃതയാക്കുന്ന കാലത്തിൻ്റെ പൂർത്തിയിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവും ദൈവവുമായ ഈശോ മിശിഹായേ, ഞങ്ങളുടെ രാജാവും ദൈവവുമായവനെ, നിത്യനായ രാജാവേ, നീതിയുടെ, സമാധാനത്തിൻ്റെ, സ്നേഹത്തിൻ്റെ രാജാവേ, ഞങ്ങളുടെ ജീവിതങ്ങളിൽ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ, സഭയിൽ, ലോകത്തിൽ നീ എന്നും രാജാവായി വാഴണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.